ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവരുടെയും സ്കൂളുകളൊക്കെ പൂട്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഒരു കൊറോണയുടെ ഒരു മൂന്നാം വേവിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ പ്രശ്നങ്ങളും സ്കൂൾ അടക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും അത് കുറച്ചാൾക്കാർക്ക് സന്തോഷമൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ ഇതിനു മുമ്പേ നമ്മുടെയൊക്കെ കേരളത്തിലൊക്കെ അടക്കുന്നതിന് മുമ്പേ തന്നെ അടച്ച സംസ്ഥാനങ്ങളുണ്ട്, ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങൾ. അവിടെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള ഹെൽത്ത് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 15 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികൾ വാക്സിൻ എടുക്കാത്തവരുണ്ടെങ്കിൽ അവർ സ്കൂളിലേക്ക് വരേണ്ടതില്ല, അവരെ സ്കൂളിലേക്ക് കയറ്റൂല എന്നാണ്. അപ്പോൾ നമ്മൾ സ്കൂൾ പൂട്ടുന്നു, ഇനി എന്താവുമെന്ന് നമുക്കറിയില്ലല്ലേ. ഈ വേവ് എപ്പോൾ കഴിയും, ഒമിക്രോണിൻ്റെ ഭീതി എപ്പോൾ മാറും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ പെട്ടെന്ന് തന്നെ തുറക്കട്ടെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. പക്ഷേ അതിന് തുറക്കുമ്പോൾ നമുക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവരുത്. ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വാക്സിൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമുക്ക് കിട്ടുന്ന അവസരത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ വാക്സിനുകൾ എടുത്തു വെക്കുക. സ്കൂൾ തുറന്നു കഴിഞ്ഞതിന് ശേഷം വാക്സിൻ എടുക്കാത്തതിൻ്റെ പേരിൽ, നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഭാഷയിൽ പറഞ്ഞാൽ വാക്സിൻ എടുക്കാത്തതിൻ്റെ പേരിൽ നിങ്ങളോട് സ്കൂളിൽ നിന്ന് കടക്ക് പുറത്ത് എന്ന് പറയേണ്ട ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ എടുത്തിട്ടുണ്ടാവും. എടുത്ത ആളുകളുണ്ടെങ്കിൽ, വാക്സിൻ എടുത്ത കുട്ടികളുണ്ടെങ്കിൽ അവർ നിങ്ങൾ കമൻറ്റായി അത് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് വാക്സിൻ എടുത്ത് നമുക്ക് സ്കൂൾ തുറക്കുമ്പോഴേക്ക് എല്ലാം റെഡിയായി നിൽക്കാം നമുക്ക് എന്നുള്ളതാണ്. ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, വാക്സിൻ എടുത്താൽ അത് നല്ലതാണോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ. വാക്സിൻ എടുക്കുക എന്നുള്ളത് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് 10ാം ക്ലാസ്സിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള കാര്യമാണല്ലേ. സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് എന്നുള്ള പാഠത്തിൽ നമ്മൾ ആ വിഷയമൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത ക്ലാസ് SSLC അവഞ്ചേഴ്സിൻ്റെ അടുത്ത ക്ലാസ് വാക്സിൻ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് പല രോഗങ്ങൾക്കെതിരായി വാക്സിൻ നമുക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്നത് എന്നുള്ള അതിൻ്റെ ബയോളജിയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ SLCക്കാർ മാത്രമല്ല, വാക്സിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ആ ഒരു ക്ലാസ് കേൾക്കാവുന്നതാണ്. അതും കൂടി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുക. എല്ലാവരോടും വാക്സിൻ എടുത്ത് റെഡിയായി നിൽക്കാൻ പറയുക. സ്കൂൾ തുറക്കുമ്പോഴേക്ക് നമുക്ക് അവിടേക്ക് പോകാനും നമ്മുടെ പഠനം പുനരാരംഭിക്കാനും സാധിക്കേണ്ടതുണ്ട്. ഓൾ ദ ബെസ്റ്റ്.